ഇന്ത്യയെ തകർക്കാൻ ചൈന പല വഴിക്ക് ശ്രമം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാനിലൂടെ ഒരു പാത, അതായിരുന്നു ചൈനയുടെ സ്വപ്നം. പക്ഷേ ആ പാതയുടെ പണി പകുതി എത്തും മുമ്പ് തന്നെ ബലൂചിസ്ഥാനിലുണ്ടായ വലിയ രീതിയിലുള്ള ഭീകരാക്രമണവും മറ്റും അനവധി ചൈനീസ് എഞ്ചിനീയർമാർ അടക്കം കൊല്ലപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ചൈന ആ പദ്ധതി ഇപ്പോൾ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. പിന്നീട് ചൈനയുടെ ശ്രദ്ധ തിരിഞ്ഞത് ശ്രീലങ്കയുടെ തീരങ്ങളിലായിരുന്നു. അവിടുത്തെ തുറമുഖങ്ങൾ കേന്ദ്രമാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനായിരുന്നു. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞത് ഒരു നിമിഷം കൊണ്ടാണ്. ശ്രീലങ്കയിലെ ഭരണം മാറി. അങ്ങനെ കലാപകലുഷിതമായ ശ്രീലങ്ക ഒടുവിൽ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുകയും ചൈനീസ് ചാരക്കപ്പലുകൾ ഇനി ഞങ്ങളുടെ തീരത്ത് വരണ്ട എന്ന് ശ്രീലങ്ക പറയുകയും ചെയ്തു. പിന്നീട് ചൈന നോട്ടമിട്ട ഒരു രാജ്യം മാലി ആയിരുന്നെങ്കിൽ മാലിയും മറുകണ്ഠം ചാടി. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മ്യാൻമാറാണ്. മ്യാൻമാറും ചൈനയും തമ്മിൽ വലിയ ദീർഘമായ അതിർത്തിയുണ്ട്. 2000 കിലോമീറ്റർ അതിർത്തിയാണ് ചൈനയും മ്യാൻമാറും തമ്മിൽ പങ്കിടുന്നത്. ഈ അതിർത്തികളെല്ലാം തുറന്നു കിടക്കുകയായിരുന്നു ഈ അടുത്ത കാലം വരെ. ഇതിൽ തന്നെ ഈ ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്തുള്ള യിൻചിങ് എന്ന് പറയുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തിൻ്റെ ടാഗ് ലൈൻ തന്നെ ഒരു ഗ്രാമം രണ്ട് രാജ്യമെന്നായിരുന്നു. അതായത് അത്രയ്ക്ക് ഇഴപിരിയാത്ത വണ്ണം ദൃഢമായ ബന്ധമാണ് ആ ടാഗ് ലൈൻ സൂചിപ്പിക്കുന്നത്. ഒരു ഗ്രാമം അത് രണ്ട് രാജ്യങ്ങളിലായി കിടക്കുന്നു. അതായത് രണ്ട് രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സൗഹൃദമാണ്. ഇതുവഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒരു വഴി വെട്ടാനും ചൈന ആരംഭിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് വലിയൊരു തുക മുടക്കുകയും ചെയ്തു. പക്ഷേ അതെല്ലാം വഴിവെട്ടി തുടങ്ങിയപ്പോഴാണ് ഈ മ്യാൻമാറിൽ ആഭ്യന്തര കലാപം യുദ്ധമായി മാറുന്നു, വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി തന്നെ ചൈന പലവട്ടം ഇടപെട്ട് ഈ വെടിനിർത്തലിന് ശ്രമിച്ചെങ്കിലും ചൈനയുടെ വാക്ക് ചെവിക്കൊള്ളാൻ ഈ പോരാടുന്ന സൈന്യമായാലും ഒപ്പം തന്നെ വിവിധ ഗ്രൂപ്പുകളായാലും തയ്യാറായില്ല. അതുകൊണ്ട് ഇപ്പോൾ ചൈന ചെയ്യുന്നത് തങ്ങളുടെ അതിർത്തി സുരക്ഷിതമാക്കാൻ കൂറ്റൻ മുള്ളുവേലി കമ്പികൾ കൊണ്ട് കവർ ചെയ്യുകയാണ്. അതിർത്തിയിൽ ഉടനീളം മുള്ളുവേലികൾ, അതായത് ഈ അതിർത്തിയിൽ മുള്ളുവേലിയോ ഒരു കമ്പ് പോലോ നാട്ടാതെ തുറന്നു കിടന്നൊരു അതിർത്തിയിൽ ഇപ്പോൾ ചൈന ധൃതി പിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ മുള്ളുവേലി സ്ഥാപിക്കുന്നു, CCTVകൾ സ്ഥാപിക്കുന്നു, കൂടുതൽ സൈന്യത്തെ അവിടെ വിന്യസിക്കുന്നു. ഏതായാലും ചൈനക്കാരുടെ ജീവനിൽ ഭയമുണ്ട്. കാരണം ചൈന കടന്നു ചെല്ലുന്ന വഴികളിലെല്ലാം, കടന്നു ചെല്ലുന്ന രാജ്യങ്ങളെല്ലാം തന്നെ വലിയ സംഘർഷത്തിലേക്കും ഭീകരാക്രമണത്തിലേക്കും നീങ്ങുമ്പോൾ ചൈനയുടെ പദ്ധതികളെല്ലാം പാളുകയാണ്. ആദ്യം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന പദ്ധതികൾ പാളിത്തുടങ്ങി. അതിനുശേഷം ശ്രീലങ്ക, മാലി, ഏറ്റവും ഒടുവിൽ മ്യാൻമാറിൽ കൂടി ഒരു വഴിവെട്ടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാമെന്നുള്ള ചൈനയുടെ സ്വപ്നവും പൊളിഞ്ഞിരിക്കുന്നു. അതായത് ഇന്ത്യയുടെ ചുറ്റോട് കിടക്കുന്ന രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചൈന നടത്തിയ അവസാനത്തെ ശ്രമമാണോ എന്നറിയില്ല. ഏതായാലും ഇപ്പോഴിത് അവസാനത്തെ ശ്രമമാണെന്ന് പറയാം. അതും പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.